ഈ അസുഖം വന്നപ്പോഴത്തെ ഫീൽ എന്തായിരുന്നു? സമൂഹം ഒറ്റപ്പെട്ടല്ലോ എന്നൊരു തോന്നല്ലോ, ഒരു സഹായത്തിന് ആളില്ലല്ലോ, ഒറ്റപ്പെട്ടല്ലോ. അപ്പോഴാണ് ഞാനല്ല കവിത എഴുതിയത്. നാളെ എൻ ശരീരത്ത് നിന്ന് ആത്മാവ് പോയിടുകയിൽ 4-5 പേരെങ്കിലും എൻ ചുറ്റും കൂടിയിടണം. അക്ഷരശുദ്ധി വേണ്ട എങ്കിലും ഒരു നാമജപം എനിക്കേകണം. നിത്യശാന്തിക്കൊരു ഉപായമായി ഒത്തുചേരുവാൻ ബന്ധുക്കളില്ലെങ്കിലും ഒത്തവർ ചേർന്നൊരു കോടി വാങ്ങിയ നഗ്നത മറിക്കണം. 6 അടി മണ്ണിൽ എൻ്റെ ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അല്ല, അത് ഭയങ്കര നല്ല വരികളാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കവിത നല്ല മനോഹര വരികൾ. അത് വൈറലായത്. അതെങ്ങനെ ഇത് തന്നെ പറഞ്ഞതാണ്? അതെങ്ങനെ ഈ കവിത? ഇത് എഴുത്തുവാസന ഉണ്ടല്ലോ, അത് ഞാൻ നമ്മളൊരു പലയിടത്തും നമ്മളിപ്പോൾ അനാഥനാണല്ലോ. അപ്പം താങ്കളൊക്കെ എപ്പോഴൊക്കെ അമേരിക്കയിൽ ട്രിപ്പ് ചെയ്യാൻ പോകാറുണ്ട്. അവിടെ വെച്ച് നമ്മൾ വികൃതമായ രൂപത്തിൽ നമ്മളെന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിക്കാൻ ആരും അറിയത്തില്ല. കൊല്ലം തുളസി എവിടെ ചെന്ന് ചതഞ്ഞറിഞ്ഞാൽ കൊല്ലം തുളസിയുടെ മുഖമില്ലേ ബാക്കി ഇങ്ങനെ അറിയും. അപ്പോൾ അങ്ങനെ ഒരു അനാഥത്വം തോന്നി. എനിക്ക് ആരുമില്ലല്ലോ, അതാണ് ആരെങ്കിലും ഒരു തുള്ളി. അതൊരു മനുഷ്യൻ്റെ ആഗ്രഹമാണ്. 6 അടി മണ്ണിൽ എൻ്റെ ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം. കല്ലറ പടിഞ്ഞെൻ്റെ സ്മാരകം ഉയർത്തിടേണ്ട, തൈത്തെങ്ങും നട്ടിടേണ്ട കർമ്മങ്ങൾ തീരെ വേണ്ട. കല്ലൊന്ന് വെച്ചിടേണം മൺകൂന മധ്യത്തിലായി, അതിലിങ്ങനെ കുറിക്കണം വികൃതാക്ഷരത്തിൽ. ദുഃഖത്തിൽ ജനിച്ചു പിന്നെ അതിലൂടെ വളർന്നൊരു ദുഃഖനായകൻ്റെ അന്തിമസ്ഥാനമാണിത്. ലോകരെ മാപ്പ്, നിങ്ങൾക്കൊരായിരം മാപ്പപേക്ഷ. സ്നേഹമായിരുന്നെൻ്റെ ജീവിത പരാജയം.